ഈ സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പരിഷ്കാരം അല്ലെങ്കിൽ SIR ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമാണ്. ഈ SIR മുമ്പ് നടന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന SIRൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ 2002 ഒരു സുപ്രധാനമായിട്ടുള്ള സുപ്രീം കോടതി വിധി വരുന്നു. ആ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഈ ഇലക്ഷൻ കമ്മീഷനെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്ന രീതിയിൽ അവർ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു സ്വതന്ത്ര ഏജൻസി ആക്കുക എന്നുള്ളതാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ അംബേദ്കറും നെഹ്റുവും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് അംബേദ്കർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് എന്നുള്ളതാണ്. ഷുഡ് ആക്ട് ആസ് ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ഓഫ് ദി ഗവൺമെൻറ് എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൽ നിന്ന് തീർച്ചയായിട്ടും സ്വതന്ത്രമായിട്ടുള്ള ഒരു അസ്തിത്വമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ കോമ്പോസിഷനൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയണം, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റിൻ്റെ രീതി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയണമെന്ന് വന്നപ്പോഴത്തേക്കും അത് വേണ്ട, അത് ഭാവിയിലെ പാർലമെൻറ്റ് തീരുമാനിച്ചോളട്ടെ എന്ന് പറഞ്ഞു വിടുകയാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാം പറയാനുള്ള ഒരു ഡോക്യുമെൻ്റ് അല്ല. ചില വളരെ ബേറായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുക, എന്നിട്ട് ബാക്കി ഈ വരുന്ന കാലാകാലങ്ങളിൽ വരുന്ന നിയമനിർമ്മാണ സഭകളുടെ വിശദത്തിന് വേണ്ടി വിടുക എന്നുള്ള അതിൻ്റെ ഒരു ബോധ്യം അനുസരിച്ച് അങ്ങനെ വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ 2002 സുപ്രീം കോടതി വിധി വന്നത് അതിനൊരു സ്വതന്ത്ര ഏജൻസി, കാര്യം ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് അതിൻ്റെ നിയമനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വിവാദം ഉണ്ടാകുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതി വിധി വരുന്നത്. അപ്പോൾ കോടതി വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 3 പേരടങ്ങുന്ന ഒരു ബോഡിയാണ്. അതിലൊന്ന് പ്രധാനമന്ത്രി, 2 പ്രതിപക്ഷ നേതാവ്, 3 ഒരു സുപ്രീം കോടതി ജഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിധി ഇരിക്കുമ്പോൾ ആണ് നമ്മുടെ പാർലമെൻറ്റ് നിയമം പാസ്സാക്കുന്നത്. പാർലമെൻറ്റ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 പാർലമെൻറ്റിൻ്റെ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുന്നത്. അത് നേരെ വിരുദ്ധമായി ആണ് മാറുന്നത്. കാര്യം സ്വതന്ത്ര ഏജൻസി എന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധിയെ കംപ്ലീറ്റ് ആയിട്ട് അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയോഗിക്കുന്ന നോമിനേറ്റ് ചെയ്യുന്ന മറ്റൊരു മന്ത്രി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ലോ മിനിസ്റ്റർ എന്ന് പോലും പറയുന്നില്ല. പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും. അപ്പോൾ ഇവിടെ സുപ്രീം കോടതി ജഡ്ജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തായി. എന്നിട്ട് മാത്രമല്ല, അപ്പോൾ ഇവിടെ 3 പേരുള്ള കമ്മിറ്റി, ആ 3 പേരിൽ ഗവൺമെൻറ്റിനാണ് ഭൂരിപക്ഷം, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന മന്ത്രിയും. എന്ന് മാത്രമല്ല, ഈ ആക്ടിൽ പറഞ്ഞേക്കുന്നത് അനുസരിച്ചാണെങ്കിൽ, നിയമത്തിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വേക്കൻസി ഉണ്ടെങ്കിൽ പോലും കമ്മീഷൻ്റെ നിയമനവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ പോസ്റ്റ് വേക്കൻ്റ് ആണെന്നിരിക്കട്ടെ ഈ കമ്മിറ്റിയിൽ, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പോലും പ്രധാനമന്ത്രിക്കും മന്ത്രിക്കും കൂടി ഇരുന്നിട്ട് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാം, അത് സാധുവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു സ്വതന്ത്ര അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അപ്പോയിൻമെൻറ്റ് നടത്തുകയും ആ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നടക്കുന്ന SIR ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ നമ്മുടെ മുൻകാലങ്ങളിൽ ഈ സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ പദവി. അതിനെ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പദവിക്ക് തുല്യമാക്കി തരം താഴ്ത്തി എന്നുള്ളതാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സുപ്രീം കോടതി ജഡ്ജിൻ്റെ ഒരു പദവി, സുപ്രീം കോടതി ജഡ്ജിയുടെ പദവിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഇലക്ഷൻ കമ്മീഷനുള്ളത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ഒന്ന് ഇകഴ്ത്താൻ വേണ്ടി അതിൻ്റെ പദവി എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിക്ക് പദവിക്ക് തുല്യമാക്കി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അപ്പോയിൻമെൻറ്റ് നടക്കുകയും ഇപ്പോഴത്തെ പുതിയ ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിനെ മൊത്തം എല്ലാം കൂട്ടി വായിച്ചെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത വരൂ. ആ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പശ്ചാത്തലം പറഞ്ഞത്. മറ്റൊരു കാര്യം, ഈ SIR ഇപ്പോൾ നടപ്പിലാക്കുന്നതിൻ്റെ ടൈമിംഗ് നോക്കുക. എല്ലാ SIRും വരുന്നത് ഇലക്ഷന് തൊട്ട് മുമ്പാണ്, ഏതെങ്കിലും ഒരു ഇലക്ഷൻ തൊട്ട് മുമ്പാണ്. ബീഹാറിൽ ഇപ്പോൾ വന്നു, ബീഹാർ ഇലക്ഷന് മുമ്പ്. അല്ല, കേരളത്തിൽ നടക്കുന്നു, കേരളത്തിലെ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, പഞ്ചായത്തുകളിലേക്ക് ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വളരെ ധൃതി പിടിച്ച് ആണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഈ സാവകാശം കൊടുക്കും, ഉദ്യോഗസ്ഥന്മാർക്ക് സാവകാശം അല്ലെങ്കിൽ വോട്ടർമാർക്ക് സാവകാശം ഒന്നും കൊടുക്കാതെ തന്നെ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു ഏർപ്പാട്. ഹരിയാനയിൽ ഇപ്പോൾ ആസാമിൽ വരാൻ പോകുന്നു, ഇവിടെ തമിഴ്നാട്ടിൽ വരാൻ പോകുന്നു, ഒരുപാട് സംസ്ഥാനങ്ങൾ വരുന്നു. എല്ലാം തന്നെയും ഒരു ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു ധൃതി പിടിച്ചുള്ള ഒരു ഏർപ്പാടിലേക്കാണ് ഇത് പോകുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ധൃതി എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത് SIR ആണ്, സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പരിഷ്കരണമാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് ഓൾറെഡി ഉണ്ട്. ആ പരിഷ്കരണം ഇലക്ഷൻ കഴിഞ്ഞിട്ട് നടത്തിയെന്ന് വിചാരിച്ചൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ധൃതി പിടിച്ചുള്ള ഈ വോട്ടർ പരിഷ്കരണം തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ്. ഇനി അതിൻ്റെ ഈ നടത്തിയിട്ടുള്ളിടത്തൊക്കെ തന്നെ ഇപ്പോൾ സമഗ്ര വോട്ടർ പരിഷ്കരണം നടത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നോക്കി കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ബീഹാറിലെ കാര്യം എടുക്കുന്നു. ബീഹാറിൽ ഒറ്റയടിക്ക് 65 ലക്ഷം വോട്ടർമാർ പുറത്തായി. എന്ന് മാത്രമല്ല 7 ലക്ഷം മൾട്ടിപ്പിൾ എൻട്രീസ് വന്നിരിക്കുന്നു. അതായത് മൾട്ടിപ്പിൾ വോട്ടേഴ്സ്, 7 ലക്ഷം പേർക്ക് മൾട്ടിപ്പിൾ വോട്ടേഴ്സ് വന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് തന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ശുദ്ധീകരിച്ചപ്പോൾ സംഭവിച്ചത് 7 ലക്ഷം പേർക്ക് മൾട്ടിപ്പിൾ എൻട്രി വന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വോട്ട് വന്നു, 65 ലക്ഷം പേര് പുറത്തു പോയി. ഈ 65 ലക്ഷം പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ 27,000 വോട്ടേഴ്സാണ് അപ്രത്യക്ഷമായത്, വോട്ടർമാർക്കാണ് ഇല്ലാതായത്.
ഈ ഒരു റിപ്പ് വാൻ വിങ്കിളിനെ കുറിച്ച് ഒരു കഥയുണ്ട്. ആ കഥയ്ക്കകത്ത് ഇദ്ദേഹം ഉറങ്ങുന്നു. ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു. 20 വർഷം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴത്തേക്കും മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ 20 വർഷം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് റഫ്ലി സ്പീക്കിംഗ് 20-25 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വോട്ടർമാർ ഉണർന്ന് നോക്കുമ്പോൾ അവർ പലരും വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ ഇല്ലാതായിരിക്കുന്നു. 65 ലക്ഷം പേര് ഇല്ലാതായി. പിന്നെ 7 ലക്ഷം പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡബിൾ എൻട്രി വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. ഈ 27,000 വോട്ടർമാർ ഒരു മണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഇലക്ഷനിൽ ഏത് വിധത്തിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല, ഈ പുറത്താക്കപ്പെട്ട വോട്ടേഴ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് പുറത്താക്കപ്പെട്ടത് ദളിതർ, മുസ്ലിങ്ങൾ, സ്ത്രീകൾ. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ പുറത്തുപോയി. പിന്നെ ഹിന്ദുക്കളെക്കാൾ മുസ്ലിങ്ങൾ പുറത്തുപോയി. ദളിതർ, സവർണ്ണ വിഭാഗത്തെക്കാൾ അല്ലെങ്കിൽ OBC വിഭാഗത്തെക്കാൾ ദളിതർ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇനി ഇപ്പോൾ ഒരു അനാലിസിസ് അനുസരിച്ചാണെങ്കിൽ ഈ 10 മണ്ഡലങ്ങൾ, അതായത് ഇതിൻ്റെ ഇങ്ങനെ വെട്ടിനിരത്തപ്പെട്ട വോട്ടേഴ്സിൻ്റെ എണ്ണം കൂടുതൽ കുറഞ്ഞ 10 മണ്ഡലങ്ങളുടെ ഫലത്തെക്കുറിച്ച് കണക്കെടുത്തപ്പോൾ ആ 10 മണ്ഡലങ്ങളിൽ 8 എണ്ണത്തിലും ജയിച്ചത് NDA ആണ്. മറ്റ് 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇന്ത്യ മുന്നണി ജയിച്ചത്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഹരിയാനയെക്കുറിച്ചും ഇങ്ങനെ ഒരു വരികയുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ് 25 ലക്ഷം വോട്ടർമാർ പുറത്തുപോയി എന്നുള്ളത്. ഈ നോ വോട്ടേഴ്സ് ലെഫ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ 2019 ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എമ്പാടും 12 കോടി വോട്ടർമാരാണ് പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയി എന്നുള്ളത്. 2019 പിന്നെ ഇലക്ഷൻ തൊട്ട് മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയി എന്നുള്ളതാണ് പറയുന്നത്. അതിൽ 4 കോടി ദളിതർ, 3 കോടി മുസ്ലിങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ 4 കോടി ദളിതർ, 3 കോടി മുസ്ലിങ്ങൾ ഉൾപ്പെടെ 12 കോടി ആൾക്കാർ പുറത്തു പോയി എന്ന് പറയുന്നു. അപ്പം ഈ SIRൻ്റെയൊക്കെ പരിണത ഫലമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആൾക്കാർ പുറത്തു പോകുന്നു. എന്ന് മാത്രമല്ല, ഈ 65 ലക്ഷം ആൾക്കാർ പുറത്തു പോയെന്ന് പറഞ്ഞാൽ അവർക്കൊരു എന്താ പറയുക, ഇൻറ്റിമേഷൻ പോലും കിട്ടിയിട്ടില്ല. നിങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തായിരിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നുള്ള ഒരു അവസരം പോലും. ഇപ്പോൾ നമ്മളെ വോട്ട് ഇല്ലാതാകുന്നു. പക്ഷേ നമുക്ക് ഇല്ലാതാകുന്നത് നമ്മൾ അറിയുന്നത് ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് വരുമ്പോഴോ ആണ് അറിയുന്നത്. നമ്മൾക്ക് യാതൊരു ഇൻറ്റിമേഷനും ഇല്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച്, ഒരു മര്യാദ അനുസരിച്ച്, ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഒരാളിനെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താകുമ്പോൾ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ പരാതി കേൾക്കുകയും അതനുസരിച്ച് തീരുമാനമെടുക്കുകയും വേണ്ടുന്ന ആ ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാതെയാണ് ഈ വോട്ടർമാർ അപ്രത്യക്ഷമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വോട്ട് ഇല്ലാതാകുന്നു. ഇവിടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ വോട്ട് അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാദത്തമായിട്ടുള്ള മൗലികാവകാശമല്ല. ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ളതേ പറയുന്നുള്ളൂ. പക്ഷേ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നത് ഭരണഘടനാപരമായിട്ടുള്ളൊരു അവകാശമല്ല. അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനല്ല, ഭരണഘടനാപരമായിട്ടല്ല, അത് മൗലികാവകാശമല്ല, അത് വെറും ഒരു ലീഗൽ റൈറ്റാണ്. ഈ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം അനുസരിച്ച് നിങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടുകയോ നഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുക. ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് പൗരത്വവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ, ഇപ്പോൾ തന്നെ അങ്ങനെയുള്ള പല ഇൻഡിക്കേഷൻസും ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പല പ്രസംഗങ്ങളിൽ നിന്നും പല പത്രസമ്മേളനങ്ങളിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. എടുത്തെടുത്ത് ഇവരൊക്കെ തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരന്മാരായിരിക്കണം വോട്ടേഴ്സ്, പൗരന്മാരല്ലാത്തവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താകണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നാളെ പൗരത്വവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഓൾറെഡി തന്നെ ഇതുമായിട്ട് ബന്ധം അല്ലെങ്കിൽ പോലും ആസാമിലൊക്കെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഉണ്ടായിട്ടുള്ള കലാമിറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഒരുപാട് ആൾക്കാർ ഒഴിവാക്കുക, എന്നിട്ട് ഇതിനെ പൗരത്വമായിട്ട് ഇതിനെ ബന്ധപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആണ് ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് പോകുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇതുണ്ടാക്കുന്ന കൺഫ്യൂഷൻ, ഈ പൗരന്മാരിലുണ്ട് വോട്ടേഴ്സിലുണ്ടാക്കുന്ന കൺഫ്യൂഷൻ ഈ പല സ്ഥലങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വോട്ടേഴ്സിന് പിന്നെ ഈ അവരുടെ വീട്ടിൽ ചെന്നിട്ട് BLOമാർ ഫോം കൊടുത്തിട്ടില്ല. പലരെയും ഫോണിൽ വിളിച്ച് കൊടുക്കുന്നു. പലരെയും ഫോണിൽ വിളിച്ചാണ് പറയുന്നത് നിങ്ങളിവിടെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുക എന്നുള്ളത്. പിന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാനുള്ള കൺഫ്യൂഷൻ വേറെയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സാധാരണ മനുഷ്യൻ, നിത്യവേതനക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് ജോലിക്ക് പോകാതെ എത്ര ദിവസം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പുറകെ നടക്കാൻ പറ്റും? അത് വാങ്ങിക്കാൻ പോകണം, പിന്നെ അത് റിട്ടേൺ ചെയ്യാൻ, തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകണം, പിന്നെ അത് ഫില്ല് ചെയ്യാൻ ഒരു നിരക്ഷരനായിട്ടുള്ള മനുഷ്യർക്ക്, ഇപ്പം നിരക്ഷരനല്ല, ഇപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പോലും ഈ ഫോം നോക്കിക്കഴിഞ്ഞാൽ, എന്യൂമറേഷൻ ഫോം നോക്കിക്കഴിഞ്ഞാൽ പലതിലും പലതരത്തിലുള്ള കൺഫ്യൂഷൻ നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ സാധാരണ മനുഷ്യർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ സാധാരണ മനുഷ്യൻ തീരുമാനിക്കുകയാണ്, ഈ അയാൾക്ക് ഒരു ദിവസം പോയില്ലെങ്കിൽ അയാൾക്ക് അന്ന് പട്ടിണിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേതനം കിട്ടത്തില്ല. അപ്പോൾ ഇത് വോട്ടേഴ്സ് ഇങ്ങനെ പോകണ്ട, അല്ലെങ്കിൽ ഇതിന് എന്യൂമറേഷന് വേണ്ടി പോകുന്നില്ല എന്ന് തീരുമാനിച്ച് വോട്ടർ അല്ലാതായി മാറാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഇവിടെ നടക്കുന്നത്. ആ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഇടയിൽ കൂടി ഈ തെരഞ്ഞെടുപ്പ്, ഈ സമഗ്ര വോട്ടർ പരിഷ്കരണം വരുന്നത്. എന്തുകൊണ്ട് നമുക്ക് സാവകാശം കൊടുത്തുകൂടാ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ആ ചോദ്യം അഡ്രസ്സ് ചെയ്യാതെ എങ്ങനെയെങ്കിലും ഇത് നടത്തിയെടുക്കുക എന്ന് പറയുന്ന
ഒരു 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 വാശി കമ്മീഷൻ കാണിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് മറ്റു പല സംശയങ്ങൾക്കും ഇത് വഴിതെളിക്കുന്നുണ്ട്, ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചുള്ള. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പരിഷ്കരണം മാത്രമല്ല, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾക്കെതിരെ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ഒരുമിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മളൊക്കെ പറയാറുണ്ട്. അടിയന്തരാവസ്ഥ ഒരുപാട് മനുഷ്യാവകാശ ലംഘനത്തിനും മറ്റും വഴിതെളിച്ചു എന്നുള്ളത്. അടിയന്തരാവസ്ഥ പലരെയും പല രീതിയിലും മൗലികാവകാശത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടില്ലാത്ത ഒരു അടിയന്തരാവസ്ഥയിലൂടെ അല്ലെങ്കിൽ അപപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ സ്ഥാപന സ്വരൂപങ്ങളെല്ലാം തന്നെയും വെല്ലുവിളി നേരിടുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിടേണ്ട, ഇതിനെ എന്ന് പറയുമ്പോൾ ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതകളെ നേരിടുവാൻ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. ഇതിന് തീർച്ചയായിട്ടും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഇടതുപക്ഷമാണ്. ഇപ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. കാര്യം ഇന്ത്യ ഇതുപോലെ നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ജനാധിപത്യത്തെക്കുറിച്ച് മറ്റന്നാൾ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ നിലനിർത്തുക എന്നുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മളിന്ന്. ആ പോരാട്ടമാണ് നാം ഇന്ന് ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ മറ്റ് കക്ഷികളോടൊപ്പം ചേർന്ന് ഇടതുപക്ഷം ചേരുമ്പോൾ ആ ഇടതുപക്ഷൻ്റെ കണ്ടൻറ്റ് ആ ഒരു സമരത്തിൽ വരുമ്പോൾ സമരത്തിൻ്റെ രൂപവും ഭാവവും തന്നെ മാറുകയും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ വേറൊരു ലെവലിലേക്ക് പോവുകയും ജനങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ജനങ്ങളെ കുറച്ചുകൂടി ആകർഷിക്കാൻ പറ്റുന്ന വിധത്തിൽ ആ സമരങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ജനങ്ങളെ മൊബിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാര്യം ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഇലക്ട്രൽ ഫോഴ്സ് എന്നുള്ള രീതിയിൽ ഇടതുപക്ഷം വളരെ വീക്കാണെങ്കിലും ലെഫ്റ്റ് ആസ് ആൻ ഇമാജിനേഷൻ, ഒരു ഇടതുപക്ഷ ഭാവന എന്ന് പറയുന്നത് ഇന്ത്യൻ ജനങ്ങൾ അങ്ങേയറ്റം ഇപ്പോഴും സ്വാധീനം ചെലുത്തുന്ന ഒരു ഫാക്ടറാണ് ലെഫ്റ്റ് ആസ് ആൻ ഇമാജിനേഷൻ. ലെഫ്റ്റ് ആസ് ആൻ ഇലക്ട്രൽ ഫോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വളരെ ദുർബലവുമാണ്. അപ്പോൾ ഇടതുപക്ഷ ഭാവന പ്രതിപക്ഷ സമരത്തിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ അതിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ജനങ്ങളെ മൊബിലൈസ് ചെയ്യുവാൻ, ജനങ്ങളെ ആകർഷിക്കുവാൻ, ഈ സമരത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുവാൻ വളരെ പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം മുൻകൈ എടുത്തുകൊണ്ട് ഒരു പ്രതിപക്ഷ മുന്നേറ്റം ഇത്തരം ജനാധിപത്യ വിരുദ്ധ പ്രവണതകൾക്കെതിരെ നടത്തുന്നതിൻ്റെ ഭാഗമായി വേണം ഇതിനെ ഈ ഇലക്ട്രൽ റിവിഷൻ്റെ കാര്യം സംസാരിക്കാൻ. ഇപ്പോൾ ഇലക്ട്രൽ റിവിഷൻ വേണ്ട എന്നാരും പറയുന്നില്ല. ഇലക്ട്രൽ റിവിഷൻ തീർച്ചയായിട്ടും വേണം. കാര്യം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തുകയും മരിച്ചവരും അങ്ങനെയുള്ളവരെ ഒഴിവാക്കുന്നതിൽ നിന്നും ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ അത് ചെയ്യേണ്ട രീതിയിൽ, അതിന് സാവകാശം എടുത്തുകൊണ്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.